കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മുടെ KSRTC കണ്ടിരിക്കുന്നു മൂകാംബികയിൽ വെച്ച് ആദ്യമായിട്ട്. കേരളത്തിൽ നിന്ന് വണ്ടി വരുവാണ്, അമ്പലത്തിൽ വരാണ്. ഇവന്റെ ഇവിടെ സെറ്റ് സാരികളും ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. സാരികൾ, ധോത്തികൾ. പൂവാരും കണ്ടില്ലല്ലോ. അതാണ്ട് ഇവിടെ പാർക്കിങ്. ഇത് എത്ര? അത് 100 രൂപ. ഇത് അമ്പലത്തിൽ കൊടുക്കാൻ. മുല്ലപ്പൂ എങ്ങനെ? 50. കുറച്ച് തലേ വെക്കാൻ്റെ. അങ്ങനെ നമ്മൾ 2 മണിയായപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇങ്ങോട്ട് പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അടുത്തോട്ട്. അമ്പലം അടച്ചോടെ? എല്ലാരും തിരിച്ചു വരുന്നു. എന്തോ മുല്ലപ്പൂ വാങ്ങിച്ചു. മുല്ലപ്പൂ അമ്പലം അടച്ചെന്നാ പറയുന്നത് കേട്ടു. ഇനി അത് 3 മണിക്കേ തുറക്കത്തുള്ളൂ. ഞങ്ങളപ്പോൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പം 2 മണി ആയതേ ഉള്ളൂ. ഇനി അമ്പലം 3 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ പിന്നെ ഇങ്ങനെ തറയിൽ ഇരുന്നു തുടങ്ങി ക്യൂവിൽ. നമ്മളും ഇനി തിരിക്കാൻ പോവാണ്. ഇവിടെ വെള്ളം പോയി കുടിച്ചിട്ടാ അച്ഛനല്ലേ. ആൾക്കാർ ഇവിടെ നിന്ന് തുടങ്ങി ക്യൂ. പൊറോട്ട കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വിശപ്പില്ല. അതുകൊണ്ട് പിന്നെ ഇനി ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ച് ദർശനം കഴിഞ്ഞിട്ട് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ചോറ് കിട്ടുമായിരിക്കും. ഇവിടെ അന്നദാനമുണ്ട്, അത് കിട്ടുമായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഇപ്പം നല്ല മഴക്കോളും ഉണ്ട്. ക്ഷീണിച്ചിരിക്കാൻ നമ്മുടെ പുറയിലും ആൾക്കാരായിരിക്കും. എല്ലാവരും അമ്പലത്തിൽ ദർശനത്തിന് ഇരിക്കുന്നവരാണ്. പൂ എടുത്ത് വളർത്ത് വലിയ ഫ്രണ്ടിലോട്ട് ഇടാത്തി എന്ത് വീഡിയോ എടുക്കുമ്പോൾ 50 രൂപ വാങ്ങിച്ചാൽ പോവാം. എല്ലാവരും പൂ വെച്ചിരിക്കുന്നവരല്ല, അമ്പലത്തിൽ പൂ വെച്ചാൽ പോകാൻ. സമയം 2:45 കഴിഞ്ഞ് 3 മണി ആകാറായി. നമ്മുടെ ലൈൻ എണീറ്റിട്ടുണ്ട്. ഇത്രയും പുറകിലോട്ട് ആളായിട്ടുണ്ട്. നമ്മൾ ഇത്രയും മുന്നിലാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ക്യൂവിനകത്ത് കയറി എൻ്റെ അമ്പലത്തിനകത്ത് എത്തി. ഇനി ഇങ്ങനെ കറങ്ങി നമ്മൾ അകത്ത് കയറത്തുള്ളൂ. ഇവിടെയൊക്കെ തൊഴാനുണ്ട്. രസം. അക്ഷരം പറഞ്ഞാൽ
ആണോ? വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ചിട്ട് ഇറങ്ങി. അന്നദാനം കഴിഞ്ഞു പോയിരുന്നു. ഇനി രാത്രിയിലേ ഉള്ള അന്നദാനം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ലോണം ദർശനം ചെയ്ത് നമ്മൾക്ക് ആദ്യം കയറിയിട്ട് തിരക്ക് കുറയായിരുന്നു. ഇപ്പോൾ തിരക്കായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിൽ പോയായിരുന്നു. അപ്പോഴത്തേക്ക് അന്നദാനം കഴിഞ്ഞു പോയിരുന്നു. ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്തായിരുന്നേ കിട്ടിയത്. നമ്മൾ ചെന്നപ്പോഴേ ക്യൂവിനകത്ത് നിന്നതുകൊണ്ട് പിന്നെ കിട്ടിയില്ല. ഇനി വൈകുന്നേരം ഉള്ളെന്ന് രാത്രിയിലേ ഉള്ളെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരാൻ നേരം ഇവിടെ ഡാൻസ് കളിക്കുന്നിടത്ത് അവിടെ പിള്ളേരുടെ പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ കുറച്ച് നേരം കയറിയിരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയായിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു അമ്പലത്തിൽ വന്നത്. ഭാഗ്യം കൊണ്ട് എല്ലാം കണ്ട് തൊഴുതു ഒക്കെ പോരാൻ പറ്റി. പ്രസാദവും വാങ്ങിച്ച് അവിടെയും ലഡു പ്രസാദമായിരുന്നു. അതും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ റൂമിൽ താമസിക്കാൻ ഇവിടെ റൂമുകളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ കയറി. ചോറെങ്കിൽ ചോറ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. കേരളത്തിൽ കയറി നമ്മളിനി പൊറോട്ടയെ ചോറ് അതിൽ തട്ടിയിട്ടിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ 4 പേരൂടെ കഴിക്കും. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചോറും കഴിച്ചിട്ട് ഇറങ്ങി ഒരു ഫോട്ടോയും വാങ്ങിച്ച് തിരിച്ചിനി വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. നോക്കണേ അങ്കിത്തെ, നമ്മൾ തിരിച്ച് നടക്കുകയാണ്. വണ്ടി എടുത്തിട്ട് ഇനി നമ്മൾ പോവും, കേരളയിലോട്ട് പോവും. ഇവിടൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് നമുക്ക് താമസിക്കാൻ. മൂകാംബിക പാലസ് ഹോട്ടൽ കഴിക്കാനും ഉണ്ട്, താമസിക്കാനും ഉണ്ട്. ഫുഡിന് അത്ര വിലയില്ല, വില കുറവുണ്ട്. ഹോട്ടൽ ശ്രീ മഹാലക്ഷ്മി, മയൂര ഗസ്റ്റ് ഹൗസ്, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്, നന്ദനം റെസിഡൻസ് അമ്പലത്തിന്റെ തൊട്ട് മുന്നിലും ഉണ്ട്. കൈരളി റെസ്റ്റ് ഹൗസ്, ഹോട്ടൽ മഹാദേവ്. ഫുഡ് കഴിക്കാനും താമസിക്കാനും ഇഷ്ടം പോലെ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതാണ് ഇങ്ങോട്ട് വന്നത്. വഴി വെച്ച് തീരുമാനിച്ചതാണെന്നാ മൂകാംബികയെ കൂടെ കയറിയിട്ട് പോകാം, നമ്മൾ അതുവഴിയല്ലേ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് പോയി, പ്രതീക്ഷിക്കാതെ. പെട്ടെന്നല്ല, 1 മണിക്ക് കഴിഞ്ഞു. വെള്ളം കുടിച്ചോളാം കിട്ടേ. ബോട്ടിലുണ്ട്. നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ പ്രധാന എൻട്രൻസ്. ഇതുവഴിയാണ് പോകുന്നത്, ഇതുവഴിയാണ് തിരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ പ്രതീക്ഷിക്കാതാണ് അമ്പലത്തിലോട്ട് വന്നത്. നല്ലോണം ദർശനം ചെയ്തു. അന്നദാനം കിട്ടിയില്ല, അന്നദാനം ഇനി രാത്രിയിലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇതൂടെ ഉള്ളൂ. അന്നേരം ഇനി അടുത്ത വീഡിയോ കേരളത്തിലേക്കുള്ള വീഡിയോ ആണ്. കേരളത്തിലെ യാത്രയായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.